ഹലോ എവരി വൺ മാച്ച് ഫ്ലേവിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾക്ക് നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ വിശപ്പും ദാഹവും മാറ്റാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനും പറ്റിയ റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മിൽക്ക് സർബത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സർബത്ത് ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത ശേഷം തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ച പാലാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ നമ്മളിത് നന്നായിട്ട് കുലുക്കിയെടുത്ത ശേഷമാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് കുലുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്കതല്ല അത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റത്തോളം നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കണം. കുലുക്കി കഴിയുമ്പോൾ നമ്മുടെ ഐസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിനകത്ത് മിക്സ് ആയി കിട്ടും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരാം. 10 മിനിറ്റ് കുലുക്കിയെടുത്തപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് സർബത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസും കൂടെ ഞാനിട്ട് ഈ മിൽക്ക് സർബത്തും കൂടെ ഒഴിച്ച് പിന്നെ അല്പം കസ്കസ് ചേർത്തും. കസ്കസ് കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം. ചൂട് സമയത്ത് എത്ര കഴിച്ചാലും അത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി കസ്കസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റും കൂടെ മേളിലേക്ക് ഇട്ട ശേഷം നമുക്ക് നല്ല തണുത്ത മിൽക്ക് സർബത്ത് കുടിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഒരു പുതിയ വീഡിയോ